ബോളിവുഡിലൊക്കെ യഥാർത്ഥത്തിൽ ഒരു നടിയോ അല്ലെങ്കിൽ നടൻ അല്പം ഡിമ്മാവുമ്പോൾ ബോധപൂർവം അവരുടെ PR ഏജൻസി ഒരു ഗോസിപ്പ് പോലും ട്രിഗർ ചെയ്യും. ഇന്ന നടൻ ഇന്ന നടിയുമായിട്ടൊരു പ്രണയത്തിലാണ്. അത് ആ ഗോസിപ്പ് ട്രിഗർ ചെയ്യുന്നത് തന്നെ നടനായിരിക്കും അല്ലെങ്കിൽ നടിയായിരിക്കും. അപ്പോൾ അവിടെ ഒരു ചർച്ച വരുന്നു. ആ ചർച്ച വരുമ്പോൾ ആ നടനെയും നടിയെയും രണ്ട് സംവിധായകന്മാർ ഓർക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ ആധുനിക കാലഘട്ടത്തിലെ ഒരു ട്രിക്കാണ്. അശോകനൊരു ഗോസിപ്പ് ഉണ്ടായില്ലല്ലേ? ഇല്ല ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഉണ്ടായിട്ടുണ്ടാവും, വളരെ വളരെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാം. എന്ന് ഞാൻ പറയുന്നില്ല. സാധാരണഗതിയിൽ കുറവില്ല. അതേ ഗോസിപ്പ് പുറത്തേക്ക് വരുന്നത് തടഞ്ഞു അശോകൻ. ഞാൻ കഴിയുന്നു അങ്ങനെ ഒരു ഗോസിപ്പിന് ഞാൻ ഇടം കൊടുത്തിട്ടില്ല. മാക്സിമം ഞാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തു. ആ സൂക്ഷിച്ചാണ് ഇതുവരെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. ഇനിയിപ്പോൾ എന്താ കുറേ ആയില്ലേ? ഈ പ്രായത്തിലാണ് ശരിക്കുള്ള ഗോസിപ്പ് വരേണ്ടത്. അങ്ങനെ പിന്നെ ഒരു സുഹൃത്ത്, നമ്മുടെ സുഹൃത്ത് സംഭാഷണങ്ങളിൽ വല്ലപ്പോഴുമെങ്കിലും സിനിമ കടന്നു വരാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നമ്മൾ ഒരു സിനിമ നടനെക്കുറിച്ചാണെങ്കിലും നടിയെക്കുറിച്ചാണെങ്കിലും മോശമായ ഒരു അഭിപ്രായവും അശോകന് ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടില്ല. സിനിമയുടെ ഒരു ഭാഗം തന്നെയാണ് ഗോസിപ്പ്. ഞങ്ങൾ വല്ലപ്പോഴും ഒരു ഗോസിപ്പ് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അത് ഞാനും അങ്ങനെയൊക്കെ കേട്ടു, പക്ഷേ അതിനകത്ത് വാസ്തവമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞ് മാറുകയാണ് അശോകൻ ചെയ്യാറുള്ളത്. ഞങ്ങൾ ഒരു ബാച്ചിൽ സ്കൂളിൽ ഒരു ബാച്ചിൽ പഠിച്ചാണല്ലേ? അതെ, അത് പറയണ്ട. സീനിയറായി അല്ല, പഠിച്ചാണെങ്കിലും പുള്ളിക്ക് പക്ഷേ ഒരുപാട് പറയാം. എനിക്ക് ഞാൻ ചെറുപ്പമാണെങ്കിലും പുള്ളി ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ ചേർന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്. പുള്ളി ചെറുപ്പം തന്നെ, പക്ഷേ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് കാർത്തികപ്പള്ളി സെൻറ് തോമസ് ഹൈസ്കൂളിൽ ഒരു ബാച്ചായിരുന്നു ഞങ്ങൾ. ചെറിയ അതായത് ഇപ്പോൾ മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറാണ്. ചെന്നൈയിലാണിപ്പോൾ. വർഷങ്ങളായിട്ടുള്ള സുഹൃബന്ധമാണ് ഞങ്ങളുടെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയാച്ചാൽ അശോകൻ ഒന്ന് ഗോസിപ്പിന് വിധേയമാകുന്നില്ല, അല്ലെങ്കിൽ ഗോസിപ്പിന് ഗുണഭോക്താവാകുന്നില്ല. രണ്ട്, ഗോസിപ്പ് കൈകാര്യം ചെയ്യാൻ അത്ര താല്പര്യവുമല്ല. അല്ല അല്ല എനിക്കതിനകത്ത് വലിയ താല്പര്യമോ അതുകൊണ്ട് നമുക്കൊന്നും പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു നോക്ക്, പുതിയ PR എക്സസൈസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ നടക്കുന്നത് ഉണ്ട്. മലയാളത്തിലും അതൊക്കെ ഒരു പരിധിവരെ വേണമെങ്കിൽ സാധ്യമായിട്ടുണ്ടാകാം. ഇവിടെ പക്ഷേ അത് ചിലവാവില്ല. കേരളത്തിൽ ഒട്ടും ചിലവാവില്ല. സിനിമയിലുമില്ല. നമ്മുടെ ഓഡിയൻസും അതിനോട് തീരെ താല്പര്യമുള്ളവരില്ല. കുറച്ച് പേരൊക്കെ അതിനകത്ത് ശ്രദ്ധിക്കുന്നുള്ളല്ലാതെ ഇപ്പം അങ്ങനെയുള്ളൊരു പ്രചാരം കാര്യങ്ങളും ഒരു പബ്ലിസിറ്റി അതിന് വലിയ ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് കൊടുക്കാറില്ല. അതിന് വലിയ രസമൊന്നും ആരും കണ്ടെത്താറില്ല. അവിടെയൊക്കെ ഒരു പക്ഷേ തമിഴ് വരെ ഓക്കെ ആയിരിക്കും. ഇങ്ങോട്ട് വന്നിട്ട് ഈ PR വർക്ക് മാനേജർ സംഭവങ്ങളൊന്നും നമ്മുടെ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ മാനേജർ എന്ന് പറഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷനാണ്. ഇഷ്ടമല്ല. അവന് മാനേജറുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നു. അതെ. പിന്നെ അവനെ വലിയ അഹങ്കാരിയായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. മാനേജറോട് ചോദിക്കണം. അവനെ വിളിച്ചാൽ കിട്ടില്ല. മാനേജറെ എടുക്കുകയുള്ളൂ ഫോൺ. വേറെ ജോലിയില്ലേ മാർക്ക് എന്നൊക്കെ പറയും. ഒരുപാട് അങ്ങനെയൊക്കെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഫോൺ എടുക്കത്തില്ല, ഫോൺ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള. അവിടെ അത് വലിയൊരു ക്രെഡിറ്റാണ്. ഈവൻ തമിഴിൽ പോലും ഒരു പടം അഭിനയിച്ച് കഴിഞ്ഞാൽ അവിടെ മാനേജറായി. പിന്നെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നില്ല. PROs ഒക്കെ ഒരുപാടുണ്ടല്ലോ അവർക്ക്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ ഞാൻ പോയിട്ടില്ല.